സംസ്ഥാനത്തേക്ക് രാസലഹരി ഏറ്റവും കൂടുതൽ എത്തുന്നത് ട്രെയിനിലും ടൂറിസ്റ്റ് ബസ്സിലുമാണ് എന്നാണ് എക്സൈസിന്റെ കണ്ടെത്തൽ. ലഹരി കേസുകളിൽ സൈബർ സെല്ലിന്റെ സഹായത്തോടെ കൂടുതൽ പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞെന്ന് തിരുവനന്തപുരം ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ PL ഷിബു 24നോട് വെളിപ്പെടുത്തുകയും ചെയ്തു. LSD, MDMA തുടങ്ങി കേരളത്തിൽ പിടികൂടുന്ന രാസലഹരികളുടെ അധികവും ഉറവിടം ബംഗളൂരുവാണ്. ആവശ്യക്കാരും കച്ചവടക്കാരും ഇത് ട്രെയിനിലും ടൂറിസ്റ്റ് ബസ്സുകളിലും യഥേഷ്ടം എത്തിക്കുന്നു. പരിശോധനകൾ കർശനമല്ല എന്നത് തന്നെ കാരണം. യാത്ര പുറപ്പെടുമ്പോഴോ യാത്രാവേളയിലോ പരിശോധനകൾ സാധാരണ നടക്കാറില്ല. കേരളത്തിലേക്ക് എത്തിയാലും പിടികൂടുന്ന സംഭവങ്ങൾ ചുരുക്കമായിരുന്നു. രഹസ്യവിവരം ലഭിച്ചാൽ മാത്രമായിരുന്നു പരിശോധനകൾ. എന്നാൽ ഇപ്പോൾ ചെക്ക് പോസ്റ്റുകളിലും RPFുമായി ചേർന്ന് റെയിൽവേ സ്റ്റേഷനുകളിലും പരിശോധനകൾ കർശനമാക്കിയതായി ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ PL ഷിബു. ബാംഗ്ലൂർ ബേസ് ചെയ്താണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഈ രാസലഹരികൾ കേരളത്തിലേക്ക് വരുന്നത്. ട്രെയിൻ മാർഗം, അതുപോലെ തന്നെ അവിടെ നിന്ന് ബുക്ക് ചെയ്ത് വരുന്ന ട്രാവൽസ്, അതായത് അവിടെ പഠിക്കുന്ന കുട്ടികളാകാം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് യാത്ര പോകുന്നവരാകാം, അല്ലെങ്കിൽ ഇതിൻ്റെ കാരിയേഴ്സ് ആകാം. അവിടെ നിന്ന് ഈ സാധനങ്ങളെല്ലാം ഈ ബസ്സുകളിലും ട്രെയിനുകൾ മാർഗം കേരളത്തിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ട്രെയിനാണെങ്കിൽ റെയിൽവേ പ്രൊട്ടക്ഷൻ പോലീസുമായിട്ട് ചേർന്നിട്ട് RPFുമായി ചേർന്ന് നമ്മൾ പരിശോധനകൾ നടത്തുന്നുണ്ട്. അല്ലാതെ തന്നെ ബസ്സുകളാണെങ്കിൽ അല്ലെങ്കിൽ മറ്റുള്ള യാത്രാ വാഹനങ്ങൾ നമ്മൾ ചെക്ക് പോസ്റ്റുകൾ പരിശോധന നടത്തുന്നുണ്ട്. നൈറ്റ് പെട്രോളിംഗ് നടത്തിയിട്ട് ഈ വാഹനങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് തിരുവനന്തപുരം ജില്ലയിൽ രാസലഹരികൾ ഉൾപ്പെടെയുള്ള മയക്കുമരുന്ന് കേസുകളുടെ എണ്ണം, അതുപോലെ തന്നെ അതിൻ്റെ അളവ്, ക്വാണ്ടിറ്റി കൂടി വരുന്നതായിട്ടാണ് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത്. 24 ചാനലിൻ്റെ ആദ്യ പരിപാടി, അതായത് SK നടത്തിയ ആദ്യത്തെ കേരളമൊട്ടാകെയുള്ളൊരു യാത്രയുടെ ഭാഗമായിട്ട് ഒത്തിരി നിർദ്ദേശങ്ങൾ എക്സൈസ് വകുപ്പിന് സമർപ്പിക്കുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അതിൽ പറഞ്ഞ നിർദ്ദേശങ്ങളെല്ലാം കേരളത്തിലെ എല്ലാ ജില്ലകളിലും നടപ്പിൽ വരുത്തുവാനും അത് ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടി നിർദ്ദേശം ബഹുമാനപ്പെട്ട എക്സൈസ് വകുപ്പ് മന്ത്രിയും അതുപോലെ തന്നെ കമ്മീഷണറും നൽകിയിട്ടുള്ളതും അത് എല്ലാ മാസവും അതിൻ്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തി വരുന്നുണ്ട്.